KGF மாதிரி. 10 പൈസക്കില്ല പടം, 10 പൈസക്കില്ല. ഉണ്ണിയും ഒരു ആവറേജ് അவ்வளோ. ഇത് മറ്റേതാ സംഭവം, ഞാൻ പറഞ്ഞില്ലേ ഇത് സമാജ സ്റ്റാറിന് ഇഷ്ടപ്പെടാത്തതാ. ഇത് ആവറേജില്ല, അവൻ അവിടെ കിടന്ന് കട്ട. ഹായ് ഗൈസ്, ഐ ആം ബിച്ചു, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. മാർക്കോ. ഈ മാർക്കോ എന്ന് പറഞ്ഞൊരു കോണ്ടന്റ് മാറ്റി പിടിക്കാനായിട്ട് എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല. കാരണം അത് തരത്തിലുള്ള റിയാക്ഷൻസ് ആണ് തിയേറ്ററിൽ നിന്ന് പുറത്തോട്ട് വരുന്ന ആൾക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പോസിറ്റീവും ഉണ്ട്, നെഗറ്റീവും ഉണ്ട്. താരതമ്യേന നെഗറ്റീവ് വളരെ വളരെ കുറവാണ്. അപ്പൊ അത്തരത്തിലുള്ള നെഗറ്റീവ് പറഞ്ഞുള്ള കുറച്ചധികം വ്യക്തികളെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ റിയാക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ആദ്യം സിനിമയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സിനിമയുടെ ഹൈപ്പ് എങ്ങനെയാണോ, അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ 2.5 മണിക്കൂർ എങ്ങനെയാണോ നീണ്ടുപോയത്, അതേ രീതിയിൽ തന്നെയാണ് സിനിമയുടെ ഇപ്പോഴത്തെ ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസും അല്ലെങ്കിൽ തിയേറ്ററിന്റെ അവൈലബിലിറ്റിയും വരുന്നത്. ഏറ്റവും കുറഞ്ഞ തിയേറ്ററിന്റെ ലിമിറ്റേഷൻസ് നിന്നുകൊണ്ട് ഇപ്പം 350+ തിയേറ്ററിലേക്ക് വരികയും ജാനുവരി 1 മുതൽ ഈ പറയുന്ന GCCയിലും തെലുങ്കിലും ഒക്കെ റിലീസ് ചെയ്ത് ഈ പടം അങ്ങ് കയറി കൊളുത്തി. അതായത് ഈക്വൽ ആയിട്ട് പറയാം, KGF ഇറങ്ങിയപ്പം എങ്ങനെയാണോ കയറിപ്പോയത് അതുപോലെ തന്നെ ആ ഒരു രീതിയിൽ ഒരു തുടക്കം മുതലുള്ള കത്തല് കൃത്യമായിട്ട് ഈ പറഞ്ഞ നമ്മൾ എൻ്റെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ട് ഓൾമോസ്റ്റ് ഒരു 350 crores ഒക്കെ അടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഒരു ഡ്രീം ആയിരിക്കും. ഒരു 500 എന്ന് പറയുന്നത് വലിയൊരു അച്ചീവ്മെന്റ് ആയിരിക്കും എന്നുള്ളൊരു കാര്യം. തീർച്ചയായിട്ടും ഈ ഒരു സിനിമയുടെ ഈ ഒരു പോക്കും അല്ലെങ്കിൽ ഇപ്പോഴും സിനിമയുടെ ഒരു ഹൗസ്ഫുള്ളിന്റെ ഒരു റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതൊരു 500 crores ഈ സിനിമ ഏറ്റവും കുറഞ്ഞ് എത്തും എന്നുള്ളൊരു കാര്യം. പക്ഷെ അതിനകത്തും ഒരുപാട് വ്യക്തികൾക്ക് ഈ സിനിമയെക്കുറിച്ച് നെഗറ്റീവ് പറയാനോ അല്ലെങ്കിൽ ഈ സിനിമ അധികം പ്രൊമോട്ട് ചെയ്യാനായിട്ട് താല്പര്യ കക്ഷികളല്ല. അതും ഏറ്റവും കൂടുതൽ റേഷ്യോ ഈ ഒരു സിനിമ ഇഷ്ടപ്പെടാത്തത് തമിഴ്നാട്ടിൽ തന്നെ. അതെനിക്ക് തോന്നുന്നു അവർ ഈ വിജയുടെയും രജനീകാന്തിന്റെയും സൂര്യയുടെയും വിക്രമത്തിന്റെയും ഒക്കെ വലിയ വലിയ അഭിനയങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് മുന്നോട്ട് വന്ന ആൾക്കാരായതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് അതൊക്കെ കാണുമ്പോഴത്തേന് ഇഷ്ടപ്പെടത്തില്ലായിരിക്കും. അങ്ങനെ ഇഷ്ടപ്പെടാത്ത കുറച്ചധികം വ്യക്തികളുടെ വീഡിയോ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക്. படம் வயலன்ஸ் நல்ல வயலன்ஸ் தான், ஆனால் கொஞ்சம் காமெடியாக இருந்துச்சு எனக்கு. കോമഡിയാ? എന്നടാ കോമഡി? ചിലപ്പോൾ ശരിയായിരിക്കും. ഈ പറയുന്ന സൂര്യയുടെ കങ്കുവയും വിജയുടെ ഗോട്ടൊക്കെ കണ്ടിട്ട് വന്നപ്പോൾ നിനക്ക് ഇത് കാണുമ്പോൾ കോമഡി ആയിട്ട് തോന്നും. അതിപ്പോൾ നമുക്കൊന്നും ചെയ്യാനും പറ്റില്ല, നമുക്ക് പറയാനും പറ്റത്തില്ല. ചിലപ്പോൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള കോമഡികൾ നിങ്ങൾ കണ്ടു കാണത്തില്ല. കാരണം തമിഴ് സിനിമയെ സംബന്ധിച്ചിടത്തോളം കോമഡിക്ക് വേണ്ടി ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിലവിൽ കണ്ടുവരുന്ന ഒരു കാര്യം. ഇതിപ്പോൾ ആരും പറഞ്ഞു തന്നെയൊന്നുമല്ല, നമുക്ക് ഓൾമോസ്റ്റ് ഈ സിനിമ കാണുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ. மெயின் கேரக்டர் பேர் மார்க்கோ தான், அதான் அவனை வச்சு தான் படத்தை எடுத்திருக்காங்க. வேற என்னது? അയ്യോ പ്ലീസ്, അവന് കൂടെ ഒരാൾ വേണം, ഉണ്ടെങ്കിൽ മാത്രം സംസാരിക്കാൻ പറ്റും. 2-3 വട്ടം പോയവനെ തിരിച്ച് പിടിച്ച് വരിക്കും. നീ കൂടെ എന്തെങ്കിലും പറയണം, നീ കൂടെ എന്തെങ്കിലും. നമ്മളിൽ സ്കൂളിൽ എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുമ്പോഴത്തേന് അടുത്തൊരു കുത്തല് പറ ആ ഒരു രീതിയിലുള്ള പരിപാടി കേട്ടോ. വിഷമിക്കട്ടെ അവനെ. கேவலமா பண்ணியிருக்காரு. കേവലമാ பண்ணிருக்காടാ. ഓ, അപ്പൊ അവനെ വേണ്ടായിരുന്നു പിന്നെ കാസ്റ്റിംഗ് ആയിട്ട്. பிடிக்கல ப்ரோ, படமே எனக்கு பிடிக்கல. இல்ல ஒரு மயிரும் ஒரு மயிரும் இல்ல. டேய், உங்களோட தமிழ் படம் அந்த கோட்டு நீ பார்த்தலையா? நான் பார்த்து எங்க ஊர் மக்களை பார்த்தாச்சு. அந்த சினிமா எப்படி தாண்டி போயின்னு இப்பொழுது எனக்கு தெரியாது. அந்த கங்குவா எங்குவா എന്താ ഗുവ മാതിരി ഇരിക്കുക അന്ത പടം. അന്ത പടത്തെ നാങ്ക പ്രൊമോട്ട് പണില്ല. പക്ഷേ വിജയുടെ പടം കുറച്ച് ഇവിടെ കിടന്ന് ഓടി, നിങ്ങളുടെ പടം കുറച്ച് ഓടുന്നുണ്ട്. അപ്പൊ നീ ഇമാതിരി ഡയലോഗൊന്നും അടിച്ച് വിടണ്ട, മയിർ മാതിരി ഇരിക്കാടാ. வரட்டும், உங்களோட அடுத்த ஹீரோட பெரிய படம் இங்க வரட்டும். நாங்க பாத்துக்கிறேன் தம்பி. எதுவுமே இல்லை, படம் நல்லா இல்லை, எனக்கு பிடிக்கல, அவ்வளோதான். என்ன எதிர்பார்த்து வந்தீங்க? இல்லை, கதையே இல்லை, அவ்வளோதான். അത് അവ ഒന്നും പ്രതീക്ഷിച്ച് വന്നതല്ല, ഇത് കഥ പ്രതീക്ഷിച്ച് വന്നതാ. കാരണം തമിഴ് സിനിമകളിലെ ഏറ്റവും നല്ല കഥകൾ കണ്ട് ഇഷ്ടപ്പെട്ട് തമിഴ് സിനിമയിൽ ഇറങ്ങുന്ന കഥയും ലോജിക്കും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി അതുമായിട്ട് മലയാള സിനിമകൾ കമ്പയർ ചെയ്യാനായിട്ട് വന്നതാ. അവൻ തെറ്റിപ്പോയി. അവൻ വിചാരിച്ച തമിഴിന്റെ അത്രയുള്ള കഥകൾ ഇവിടെ ഇല്ല മലയാള സിനിമയ്ക്ക്. പേടിക്കണ്ട, നിങ്ങളുടെ അടുത്തൊരു നല്ലൊരു തമിഴ് കഥയോട് കൂടിയുള്ളൊരു സിനിമ വരട്ടെ. അത് കാണുമ്പോഴത്തേക്കും നമ്മൾ ഇത് കണക്കൊന്ന് വിലയിരുത്തി തരുന്നുണ്ട്, തമിഴാണോ മലയാളമാണോ കഥ നല്ലതെന്നുള്ള കാര്യം. പിന്നെ മലയാളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളികൾക്ക് കൃത്യമായിട്ട് മനസ്സിൽ തട്ടുന്ന കഥ വെച്ചിട്ടുള്ള സിനിമ ചെയ്യാൻ അറിയാം. നല്ല കിടിലമായിട്ട് പ്രേമം കാണിക്കാനും അറിയാം. നല്ല മാസം എന്ന് വെച്ചാൽ അന്യായ മാസ് ഈ പറഞ്ഞ വയലൻസിന്റെ എക്സ്ട്രീമിറ്റി ഒക്കെ കാണിക്കുന്ന വയലൻസോട് കൂടിയുള്ള സിനിമ എടുക്കാനും അറിയാവുന്നത് ഈ ഒരു സിനിമ കൊണ്ട് കാണിച്ചു തന്നെ. അതുകൊണ്ട് മോളിവുഡ് എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രിയെ ഈ പറയുന്ന മറ്റ് ഇന്ത്യയിലുള്ള ഒരു ഇൻഡസ്ട്രി ആയിട്ട് കമ്പയർ ചെയ്യേണ്ട. കാരണം മുട്ടി നീക്കാൻ പറ്റത്തില്ല. അത് ഈ ഒരു സിനിമയോട് കൂടി തെളിയിച്ച് തന്നിട്ടുണ്ട്. നല്ല രസമുണ്ട്, കുഴപ്പമൊന്നുമില്ല, അടിപൊളിയാണ്. സെറ്റ്. താങ്ക് യു. സെറ്റ്. അത് തമിഴ് റിവ്യൂ ആണെങ്കിലും അത് മലയാളി തന്നെ. അത് ഇപ്പം ചിലപ്പം മലയാള സിനിമ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തമിഴിൽ പോയതായിരിക്കും. കുഴപ്പമില്ല, നല്ല കാര്യം പറയുന്നത്. അരുമയാ இருக்கு. ഒരു KGF மாதிரி. ഇനി KGF 2 മാർക്കോ 2 എന്നുണ്ട്. മാർക്കോ അവളൊന്നും പറയില്ല, നേരത്തെ നല്ലതെന്ന് പറഞ്ഞ പയ്യനല്ലേ. പിന്നെ സൂപ്പർ ആയിരിക്കും. ഓ ഇല്ലല്ല, രണ്ടാമത് വന്നിട്ട് പറഞ്ഞു കേട്ടോ. അത് എനിക്ക് തോന്നേ ആദ്യം വന്ന് ചോദിച്ചപ്പോഴത്തേക്കിന് അവനോട് നാവ് കള്ളം പറയത്തില്ല എന്ന് പറയില്ല, അങ്ങനെ തന്നെ ആദ്യം വന്നങ്ങ് പറഞ്ഞേ.
പക്ഷെ രണ്ടാമത് ഇവ സംസാരിച്ചിട്ട് അങ്ങോട്ട് പോയപ്പോൾ അയ്യോ ആലോചിച്ചു ഇത് ഉണ്ണിമുകുന്ദൻ്റെ സിനിമയല്ലേ, ഇതിനെപ്പറ്റി നമ്മളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വിഷയമാകത്തില്ലേ, അപ്പോൾ പിന്നെ കുറച്ചൊന്ന് കയറി ഒന്നും അടിക്കുക. അത് കുഴപ്പമില്ല, മോനെ കുഴപ്പമില്ല. എന്തായാലും നാവാദ്യം കള്ളപ്പറയാത്ത കൃത്യമായ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇത് വേറെ ആരോടൊന്നും കമ്പയർ ചെയ്യണ്ട, ഒന്നും എടുക്കണ്ട. ഫുള്ള് ബ്ലഡ് സമ്മയാൾക്ക് ഗണ്ണ് മട്ടും இருக்காது ഗണ്ണ് ലാസ്റ്റിക് ഫുള്ള് ബ്ലഡ് ഞങ്ങൾ ബ്ലഡ് ബാത്തിലേ ഇരുന്നതാണ് அந்த സിനിമയെ കണ്ടേ. KGF மாதிரி சொல்லுங்க 10 പൈസക്കില്ല പടം, 10 പൈസക്കില്ല. അവളെ അണ്ണ അല്ലല്ലോ ഇപ്പൊ 10 പൈസക്ക് പടമൊന്നുമില്ല. ബുക്ക് മൈ ഷോ തന്നെ 150 രൂപയ്ക്കൊക്കെ ടിക്കറ്റ് എടുത്തത്. അതാണ് എന്റെ ഒരു കാര്യം. 10 പൈസക്ക് ഇല്ലെന്നാ പടം. അണ്ണാ ആ വണ്ട് എങ്ങാണ്ട് സിനിമയ്ക്ക് പോയിട്ട് ഇപ്പഴാ അത് പടം കാണാൻ என்ன ஃபைட்டா இருக்குது, என்ன இருக்குது എണ്ണാപ്പായിട്ടാ എണ്ണടാ നീ അടുത്ത് തമിഴൊക്കെ ചെന്നിട്ട് മലയാളിയോട് ചോദിക്കാൻ പറ്റൂടെ. ഇത് സംഭവം വേറൊന്നുമല്ല. അണ്ണൻ ഇതിനകത്ത് മറ്റേ കണ്ടില്ലായിരുന്നോ, അങ്ങനെ അത് കണ്ടു വന്നതാ. അണ്ണൻ പണ്ട് കണ്ടിട്ടുള്ളത് അങ്ങനെയൊന്നും അല്ല. ഇപ്പൊ വന്നപ്പോഴത്തേക്കിന് ഏക്കകത്തൊന്നുമില്ല, മൊത്തം അടിയൊക്കെ എന്നടാ പണ്ടി വെച്ചിരിക്കുക. അത് അണ്ണനെ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അണ്ണൻ തിയേറ്റർ മാറിപ്പോയതാ, അത് കുഴപ്പമൊന്നുമില്ല. അടുത്ത തവണ നമുക്ക് ഇതുപോലുള്ള ഏതെങ്കിലും നോക്കി കയറി. അണ്ണൻ ബ്ലഡ് കണ്ടപ്പോഴത്തേക്ക് അണ്ണൻ മറ്റേ ബ്ലഡാന്ന് വിചാരിച്ചാണ്. സോറി അണ്ണ, സോറി, ക്ഷമിച്ചേക്കും. തിയേറ്റർ മാറിപ്പോയതാ. ഇല്ല, നല്ല കാണാനൊന്നുമില്ല. വയലൻസ് ഉണ്ട്, വയലൻസ് ഓക്കെയാണ്, പക്ഷേ കഥയൊന്നുമില്ല. വെറുതെ 2 മണിക്കൂർ വയലൻസ് മാത്രം കാണാനായിട്ടൊരു പടം, അത്രേ ഉള്ളൂ. അത്രേ ഉള്ളു. നാടൻ തല്ലെന്നൊക്കെ നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്തില്ലേ, അങ്ങനെ ഇരുന്ന് കാണാനൊക്കെ വെള്ളം വലുതായിട്ടൊന്നും ഇല്ലാന്ന്. പിന്നെ എന്തോ കില്ലിനെ പറ്റിയും പറയുന്നുണ്ട്. കില്ലിന്റെ അത്ര പോലും ഇല്ല, കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കില്ലാണ് കുറച്ചുകൂടെ ബെറ്റർ. കില്ലിന്റെ അത്രയും വയലൻസ് ഒന്നും ഇല്ലാന്ന്. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, തിയേറ്റർ മാറിപ്പോയി. ഇത് ഉദ്ദേശിച്ച സിനിമയൊന്നും അല്ല കണ്ട തിയേറ്ററും അല്ല. ഇതിപ്പോ മലയാളത്തിൽ പോയിക്കിടന്ന് പറയാൻ പറ്റത്തില്ല, കാരണം മലയാളത്തിൽ അത്യാവശ്യം ഹൈപ്പ് ഉണ്ടല്ലോ. അതുകൊണ്ട് ഇഷ്ടമല്ലാത്ത ഉണ്ണിമുകുന്ദനെ ഇഷ്ടമല്ലാതെ, ഉണ്ണിമുകുന്ദന്റെ രാഷ്ട്രീയ വീക്ഷണം ഇഷ്ടമല്ലാതൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. ഇവർക്കൊന്നും എന്തൊക്കെ ചെയ്താൽ അംഗീകരിച്ച് കൊടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ 2-3 മലയാളികൾ ഈ വീഡിയോക്കകത്തുണ്ടല്ലോ. അതുകൊണ്ട് പറ്റിപ്പോകുന്ന കുഴപ്പമാണ്. അത് കുഴപ്പമില്ലടാ, എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും ഉൾമനസ്സ് അങ്ങോട്ട് അനുവദിക്കുന്നില്ല. അത് നല്ലതാണ് എന്ന് പറയാനായിട്ട്. അതൊന്നും ഇവിടെ പറയാൻ പറ്റാത്തൊരു ഓടി ചെന്ന് തമിഴ് ചെന്ന് പറയും. തമിഴ് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ഒന്നും ചിലപ്പോൾ പറയത്തില്ല. ചിലപ്പോൾ ഈ തമിഴന്മാർക്ക് വലുതായിട്ട് ഉണ്ണിമുകുന്ദനെ അറിയത്തില്ലല്ലോ, അതുകൊണ്ടായിരിക്കാം. കുഴപ്പമില്ല, ഇല്ല അപ്പടിയൊന്നുമില്ല. ആണാലും ഓവറായിട്ടൊന്നും അല്ല ഇല്ല. പക്ഷെ സിനിമ കൊള്ളത്തില്ല. അപ്പോൾ ഓവർ ആയാലായിരുന്നു സിനിമ കൊള്ളത്തില്ലെന്ന് എല്ലാവരും പറഞ്ഞത്. ഇത് ഓവറൊന്നും അല്ലെന്ന്. ഈ കാണിച്ച എക്സ്ട്രിമിറ്റി ഒന്നും അല്ല. സർട്ടിഫിക്കറ്റ് കിട്ടേണ്ട ആവശ്യമൊന്നും അതിനകത്ത് ഇല്ല, ഒന്നും ഇല്ല. എഡിറ്റിംഗ് ഫസ്റ്റ് ഹാഫ് പോരാ, സെക്കൻഡ് ഹാഫ് അത് ഫസ്റ്റ് ഹാഫ് പോരാ, സെക്കൻഡ് ഹാഫാ നല്ലതെന്നുള്ളത്. ഈ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് ഒരേപോലെ നമുക്ക് വെക്കാൻ പറ്റില്ല, കാരണം ഇതൊരു സ്റ്റോറി ആണല്ലോ. അപ്പോൾ ആ സ്റ്റോറി ഇങ്ങനെ ഈ 2.5 മണിക്കൂറായിട്ട് നമ്മൾ അതിനെ കാൽക്കുലേറ്റ് ചെയ്യും. പകുതി ആക്കാതെ. ആ 2.5 മണിക്കൂർ എന്ന് വെച്ചാൽ സിനിമ ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരുക. അപ്പം ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് നോക്കാതെ സിനിമ കാണുവാണെന്നുണ്ടെങ്കിൽ സെറ്റാ. ഇത് ഇടയ്ക്ക് സത്യം പറഞ്ഞ ഒരു ഇന്റർവെല്ല് ആരാ വെച്ചത് എനിക്ക് മനസ്സിലാവത്തില്ല. ഈ 2.5 മണിക്കൂറിൻ്റെ ഒരു ഇന്റർവെൽ ആരാ വെച്ചത്. അതുകൊണ്ടാണ് ഈ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് പോയത്. ഇല്ലെങ്കിൽ ആ സിനിമയുടെ മൊത്തം റിവ്യൂ എല്ലാ ആൾക്കാർ പറയത്തുള്ളായിരുന്നു. ഈ സെക്കൻഡ് ഹാഫും ഫസ്റ്റ് ഹാഫും വെച്ചതിന് ശേഷം ഓരോ വാണങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് ഫസ്റ്റ് ഹാഫ് ചുമ്മായിരുന്നു, സെക്കൻഡ് ഹാഫ് കൊള്ളത്തില്ലായിരുന്നു, തേർഡ് ഹാഫും വല്ല ആവശ്യം ഉണ്ടായിരുന്നു ഇവൻ്റെയൊക്കെ പരിപാടി. ഇതൊക്കെ ഇങ്ങനെ നമ്മളിത് കാണണ്ട. ஸ்கோர் பண்ணியிருக்கேன், வில்லன் தான் ஸ்கோர் பண்ணியிருக்கேன். ஹீரோ அவ்வளோ எதுவும் இல்லை, ஆனாலும் வில்லன் ரொம்ப அழகா இருக்கு, அவ்வளோதான் ஸ்கோர் பண்ணியிருக்கேன். வில்லனா എന്നെ പുറത്തവർക്കും ഇന്ന സിനിമയിലെ 2 പേരുമേ വില്ലന്താ. കാരണം 2 പേരുടെ കുടുംബവും നശിക്കുക. വില്ലന്മാരുടെ കുടുംബം 2 പേരും നശിക്കുക. വില്ലന്മാർ വില്ലത്തരം കാണിച്ചു കഴിഞ്ഞാൽ വീട്ടിലിരിക്കുന്ന കുടുംബത്തിന്റെ തലയുടെ എണ്ണം കുറയുമെന്ന് തന്നെ ഈ സിനിമയിൽ കാണിച്ചു തരുന്നതെന്നാണ് എനിക്ക് മനസ്സിലായത്. അതുകൊണ്ട് വില്ലൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 പേരും വില്ലന്മാരാണ്. പിന്നെ നായകന്മാരാന്ന് ചോദിച്ചാൽ ഉണ്ണിമുകുന്ദൻ നായകനാണെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന മറ്റേവനും നായകൻ തന്നെ. കാരണം 2 പേരും കൊണ്ടും കൊടുത്തും വളർന്ന് മുന്നോട്ട് വന്നവരല്ലേ. അപ്പൊ പിന്നെ ഇതിനകത്ത് വലിയ നായക പരവേഷം ഒന്നും നോക്കട്ടെ. ഇത് മറ്റേതാ സംഭവം. ഞാൻ പറഞ്ഞില്ലേ, ഇത് സമാജ സ്റ്റാറിന് ഇഷ്ടപ്പെടാത്തതാ. ഇത് ആവറേജില്ല. അവൻ അവിടെ കിടന്ന് കട്ടപ്പെട്ട് ആ സ്റ്റെയർ കേസിനകത്തൂടെ ഇങ്ങനെ കിടന്ന് ഇടി ഉണ്ടാക്കി. അതായത് ആ ഒരു സ്റ്റെയർ താഴെ നിന്ന് മേള് വരെ ഇടിച്ചിടിച്ച് മേളിൽ കയറി ഇത്രയും വലിയ ഇടി കാണിച്ച്, ഇത്രയും വലിയ സ്വാഗും കാണിച്ച്, പല രീതികളും ഇപ്പോഴത്തെ മലയാള സിനിമയിലുള്ള വ്യക്തികൾക്ക് കാണിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ആക്ഷൻ മൂവീസൊക്കെ ചെയ്തു വെച്ചിട്ട് ആവറേജാ. ഒരു മലയാള സിനിമ നിങ്ങൾ ആലോചിക്കണം. ഒരു മലയാള സിനിമ, അതും നമ്മുടെ ഈ പറയുന്ന ഒരു വലിയൊരു താരവാല്യൂ ഇല്ലാത്തൊരു വ്യക്തി ഒരു സിനിമ ചെയ്ത്, ആ ഒരു സിനിമ മലയാളത്തിൽ കയറി കൊളുത്തി. മലയാളത്തിൽ നിന്ന് ഇന്ത്യയിലേക്ക് പയ്യെ കയറി കൊളുത്തി. ഇത് കൊളുത്ത് ഇപ്പം ഇന്ത്യയിലെ മുൻനിര സിനിമയായിട്ട് നിൽക്കുന്ന പുഷ്പ 2-ന്റെ ഉരം മുട്ടി നിൽക്കുന്ന ഒരു സിനിമ ലെവലിലേക്ക് എത്തിക്കണം, അല്ലെങ്കിൽ എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം സിനിമയുടെ റേഞ്ച് എന്താണെന്നുള്ളതും ആ സിനിമ എത്രത്തോളം പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ളൊരു കാര്യം. ഓൾമോസ്റ്റ് 350+ തിയേറ്ററുകളിലേക്ക് നിലവിൽ സിനിമ റിലീസും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള നെഗറ്റീവ് റിവ്യൂസ് ഒക്കെ ഒരുപാട് വരുന്നുണ്ട്. ഇൻഡസ്ട്രി ഇഷ്ടമല്ലാത്തവർക്കും ഈ ഒരു സമാജം സ്റ്റാറിനെ ഇഷ്ടമല്ലാത്തവർക്കും അവരുടേതായ അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. എല്ലാം കൊള്ളാം, നെഗറ്റിവിറ്റി ഒക്കെ കൃത്യമായിട്ട് വേണം. എന്നാൽ മാത്രമേ നമ്മളെ പോലുള്ളവർക്ക് ഇതെടുത്ത് വെച്ചിട്ട് റിയാക്ഷൻ വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റൂ.